പ്രൈസ് ലോർഡ്. ഒരു കർഷകന്റെ കഴുത വഴിതെറ്റി ഒരു പൊട്ടക്കിണറ്റിൽ വീഴുവാനിടയായി തീർന്നു. അപ്രകാരം പൊട്ടക്കിണറ്റിൽ വീണ കഴുത അവിടെ കിടന്ന് വല്ലാതെ കരയുകയായിരുന്നു. എന്നാൽ കഴുതയെ കാണാനില്ലാത്തത് നിമിത്തം ആ കർഷകൻ കഴുതയെ തേടി പലയിടങ്ങളിൽ യാത്ര ചെയ്തു. എന്നാൽ എങ്ങും കണ്ടെത്തിയില്ല. ഇപ്രകാരം പക്ഷേ പൊട്ടക്കിണറ്റിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ കഴുതയുടെ കരച്ചിൽ കേൾക്കുവാനിടയായി തീർന്നു. എവിടെയാണ് ഈ കരച്ചിൽ കേൾക്കുന്നതെന്ന് നോക്കിയപ്പോൾ പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് കഴുത ആഴമേറിയ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. എന്നാൽ ഈ കഴുതയെ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അത് തിരിച്ചറിഞ്ഞ കർഷകൻ താൻ വിചാരിച്ചതും പ്രയാസകരമാണ്, ചിലവേറിയതാണ്, കഴുത പ്രായമുള്ളതാണ്. അതുകൊണ്ട് ഈ കഴുതയെ ഇതിൻ്റെ അകത്ത് മൂടിക്കളയാൻ ഈ യജമാനൻ തീരുമാനിച്ചു, കർഷകനായ യജമാനൻ തീരുമാനിച്ചു. അങ്ങനെ താൻ ഈ കഴുതയെ ആ കിണറ്റിൽ മൂടിക്കളയുവാൻ വേണ്ടി ജോലിക്കാരുമായി എത്തി മണ്ണ് ആ കഴുതയുടെ മുകളിലേക്ക് ഇടാനിടയായി തീർന്നു. ഈ മണ്ണ് വീഴുമ്പോൾ കഴുത വളരെ വേദനയോടെ കരയുകയാണ്. തന്നെ രക്ഷിക്കുവാൻ കടന്നു വന്നു എന്ന് വിചാരിച്ച യജമാനൻ ഇതാ തൻ്റെ മേളിൽ ഹല്ലേലൂയ ശക്തമേറിയ മണ്ണ് വാരിയിടുകയാണ്. അത് ജോലിക്കാരെ കൊണ്ട് വാരിയിടിക്കുന്നു. ഇത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കഴുതയ്ക്ക്. ഇന്നലകളിൽ താൻ അധ്വാനിച്ചതും ഇന്നലകളിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടതും ഈ യജമാനു വേണ്ടിയല്ലേ. ആ യജമാനൻ തന്നെ ഇപ്പോൾ തൻ്റെ നിസ്സഹാവസ്ഥയിൽ തന്നെ കൈവിടുകയാണ്. ഞാൻ പറയട്ടെ, അപ്രകാരം ഈ കഴുത വേദനയോടെ നിന്ന് കരയുക. പെട്ടെന്ന് കഴുതയ്ക്ക് ഒരു ബുദ്ധിയുണ്ടായി. തൻ്റെ പുറത്തു വീണ മണ്ണുകൾ കുടയാൻ തുടങ്ങി. കുടഞ്ഞു മാത്രമല്ല, ആ വീണ മണ്ണിൻ്റെ പുറത്തേക്ക് കയറി നിൽക്കാൻ തീരുമാനിച്ചു. അപ്രകാരം കയറി നിന്നു. ഈ കഴുത പെതുക്കെ മുകളിൽ എത്തിച്ചേർന്നു. ഈ മണ്ണ് മുകളിൽ വരെ ആയപ്പോൾ കഴുത ഈ യജമാനെ ഞെട്ടിച്ചുകൊണ്ട്, കർഷകനെ ഞെട്ടിച്ചുകൊണ്ട് കഴുത മുകളിൽ എത്തിച്ചേരുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഈ കഴുതയുടെ പാഠം കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മെ സഹായിക്കേണ്ടവർ പലരും മാറിക്കളയുമ്പോൾ, ഇന്ന് ഹല്ലേലൂയ നമ്മെ കരുതേണ്ടവർ കരുതാതിരിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്, നമ്മെ കരുതുന്നൊരു യേശുവുണ്ട്. നിങ്ങളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കളയാത്തൊരു യേശുവുണ്ട്. ആ യേശുവിൽ വിശ്വസിച്ച് നീ പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്റ്റെപ്പ് വെക്കുമെങ്കിൽ ഇന്ന് നിന്റെ മേൽ വീണ മണ്ണുകൾ അത് നിന്നെ ചവിട്ടി നിനക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുവാൻ ദൈവം നിനക്ക് ശക്തി പകരും. നിന്റെ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുവാനല്ല, കർത്താവിനെ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഞാൻ